കൈരളിയുടെ ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് കേരളത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള ധനകാര്യമന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാലിൻ്റെ അടുത്തേക്ക് നമ്മൾ ഇടിച്ചു കയറിയാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ തിരക്കിനിടയിൽ ഇങ്ങോട്ടൊരു വാക്ക് ചോദിക്കാൻ നമ്മൾ അങ്ങ് അദ്ദേഹത്തിലേക്ക് സമീപിക്കുകയായിരുന്നു. കൊല്ലം നാട് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ഇതിനുവേണ്ടി പണമെല്ലാം നീക്കിവെച്ച് ഏറ്റവും നല്ല നിലയ്ക്ക് ഈ കലോത്സവം പോകുന്നതിനുള്ള എല്ലാ പിന്തുണയും കൊടുത്ത് നിൽക്കുകയാണ് എൻ്റെ മുമ്പിൽ താങ്കൾ. ഞങ്ങൾക്ക് 2-3 ഉത്തരവാദിത്തം ഞങ്ങളെല്ലാം ഇവിടുത്തെ പൊതുപ്രവർത്തകരാണ്, രാഷ്ട്രീയ പ്രവർത്തകരാണ്, സാമൂഹ്യമായ പ്രവർത്തനമുണ്ട്, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ഇവിടെ ഇത്തരം ഒരു സംഭവമാണ് വാസ്തവത്തിൽ. ഇത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ്. ഇങ്ങനെ സ്റ്റുഡൻസ് പങ്കെടുക്കുന്നു. എല്ലാ അധ്യാപകരും അധ്യാപക സംഘടനകളും അവർ ഒക്കെ അഭിപ്രായം രാഷ്ട്രീയമായ പ്രവർത്തകരൊക്കെ ഉണ്ടാവും. അതൊന്നും എല്ലാം മാറ്റി വെച്ചിരിക്കുന്നു. നാട്ടുകാർ ഇത്തരം കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് നിൽക്കുന്നു. കുട്ടികൾ വരുന്നവർ കണ്ടില്ലേ, രാവിലെ തന്നെ അവിടെ മുഖ്യമന്ത്രി ഉദ്ഘാടന സെഷന് വരുന്നതിൽ തന്നെ അവതരിപ്പിക്കാനുള്ള മംഗലം കളി എന്ന് പറയുന്ന ഒരു ഗോത്ര കലയാണ്. ആ കാര്യത്തിലൊക്കെ തയ്യാറാകുക. രാത്രി മുതലേ ഇങ്ങനെയാണ്. അപ്പോൾ ഇത്രയും സജീവമായിട്ട് എല്ലാവരും നിൽക്കുകയാണ്. ഞങ്ങൾക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. 14 വർഷത്തിന് ശേഷം ഇത്രയും വിപുലമായ ഒരു കലാസദ്യ കൊല്ലത്ത് വരുന്നതിൽ അത് ഏറ്റവും നന്നായി സംഘടിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. 20,000-ഓളം ആളുകൾ പാർട്ടിസിപ്പൻസും കൂടെ ഉള്ളവരും വരും. അതിലും അധികം ആളുകൾ ഈ ജില്ലയിലും ചുറ്റുപാടുള്ളവർ കാണാൻ വരും. എന്ന് പറഞ്ഞാൽ മകരവിളക്കിന് എത്ര ജനം അങ്ങോട്ട് പോകും എന്ന് പറയുന്നത് പോലെ ഏറ്റവും വലിയൊരു ആൾക്കൂട്ടമുള്ള പരിപാടിയായിരിക്കും. എന്ന് വെച്ചാൽ 50,000 ആൾ അശ്വേഡാണല്ലോ ഒരേ സമയത്ത്. അത്രയും ആളുകൾ വരുന്ന ഒരു പരിപാടി. പരമാവധി പരാതിയില്ലാതെ എല്ലാ കാര്യവും ചെയ്യാനാണ് ഇവിടുത്തെ എല്ലാവരും കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എല്ലാ നിർദ്ദേശവും കൊടുത്തു കഴിഞ്ഞു. എല്ലാവരും ചേർന്നിട്ട് എല്ലാ കാര്യം ചെയ്യുന്നു. സൗജന്യ ഓട്ടോറിക്ഷ, ബസ് ഒക്കെ ഉണ്ടല്ലോ. ആളിനെ കുറിച്ച് പറഞ്ഞു 9 മണിക്ക് അവിടെ നടക്കുന്ന കൂട്ടത്തിൽ ഞാൻ സംസാരിച്ചോളാം. ഒറ്റ വാചകം കൂടി. അതായത് ഈ ആളിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഈ പന്തല് കാണുമ്പോൾ എന്ത് തോന്നുന്നു? ഇന്ന് കേരളം മുഴുവൻ സഞ്ചരിച്ചു വന്നതല്ലേ, ഇതുപോലെ കുറേ പന്തലുകൾ കണ്ടു. ഇത് 60,000 സ്ക്വയർ ഫീറ്റിലധികമുള്ള വലിയ പന്തലാണ്. കസേരകൾ വീണ്ടും പുറത്തൊക്കെ ഇടേണ്ടി വരും. എങ്ങനെയാണെന്ന് നോക്കുന്നത്. ഏതായാലും ഉദ്ഘാടന സെഷനൊക്കെ വലിയ ആളായിരിക്കും. സമാപന സെഷൻ